ഇന്നലെ വയനാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കേന്ദ്രം പ്രഖ്യാപിക്കുകയാണ് ഇതൊരു ദേശീയ ദുരന്തമല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ വയനാട് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കാത്തിരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യം കൂടിയാണ്. കാരണം ദുരന്തങ്ങളെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇന്ന് നമുക്കുള്ളത് എന്നുള്ളത് ഏറെ ആശങ്കയോടെയും വേദനയോടെയുമാണ് കേരളത്തിലെ ഒരു വ്യക്തി എന്നുള്ള കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഒരു പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കല്ല നമ്മൾ ഓരോരുത്തരും കാണേണ്ടത് അങ്ങനെയാണ്. വയനാട് ദുരന്തം എന്ന് പറയുന്നത് കേരളത്തിൽ നടക്കുന്ന ഓരോ ദുരന്തങ്ങളെയും ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി ഏറ്റെടുത്തിട്ടുള്ളവരാണ് നമ്മൾ. അവിടെ രക്ഷിക്കാൻ ചെന്നിട്ടുള്ളവർ പണം നോക്കിയോ പ്രതാപം നോക്കിയോ ഉള്ളവരായിരുന്നില്ലല്ലോ. പ്രളയത്തിൽ ചെന്നത് മത്സ്യത്തൊഴിലാളികളായിരുന്നില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള വലിയ ഒരു കൂട്ടായ്മ ഈ സംസ്ഥാനത്തിനുണ്ട്. അതിനെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിന്നിരുന്നത്. വയനാട് ദുരന്തത്തെയും അത്തരത്തിലാണ് എല്ലാവരും കണ്ടതും. ഒറ്റക്കെട്ടായി കണ്ടിരുന്നു നമ്മൾ എല്ലാ ദുരന്തങ്ങളെയും. പക്ഷേ ഇവിടെ BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് ഇതിൽ രാഷ്ട്രീയമാണ് കാണുന്നതിനുള്ള ആദ്യത്തെ പോയിന്റാണ് ഞാൻ പറഞ്ഞത്. വയനാട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇത് ദേശീയ ദുരന്തമാണ് എന്ന് പറയുക. രണ്ടാമതായിട്ട് ആലോചിച്ച് നോക്കിയേ, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഭരിക്കുന്നത് BJP ആയിരുന്നപ്പോൾ ആന്ധ്രാപ്രദേശിൽ അവരോട് താല്പര്യമുള്ള BJPയോട് താല്പര്യമുള്ള ഗവൺമെൻറ് ഉണ്ടായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒക്കെ ഉണ്ടാവുന്ന ദുരന്തങ്ങളെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുവാനോ സ്പെഷ്യൽ ഫണ്ട് അവർക്ക് വേണ്ടി കൊടുക്കാനോ ഒക്കെ താല്പര്യം കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുമ്പോൾ കേരളവും തമിഴ്നാടും കഴിഞ്ഞ പ്രളയം മുതൽ ചോദിക്കുന്നുണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രളയത്തെ പ്രഖ്യാപിച്ചില്ല, അതിനുള്ള സഹായങ്ങൾ കൊടുത്തില്ല, അതിന് കേന്ദ്രം തയ്യാറായില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു രാഷ്ട്രീയം കാണുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് ആണ് ഉള്ളത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പോയിന്റ്. പിന്നെ താങ്കൾ ചോദിച്ച കാര്യത്തിലേക്ക് വരാം. ഈ പ്രധാനമന്ത്രി ഇവിടെ വന്ന് സന്ദർശിക്കുന്നത്, ഞാൻ ചോദിച്ചോട്ടെ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തുന്നുണ്ടല്ലോ. ഇന്ന് പത്രസമ്മേളനം നടത്തിയതായിട്ട് കണ്ടില്ല. ഇന്നിപ്പോൾ ഇവിടെ സഹയാത്രികനാണ് ചർച്ചയ്ക്ക് വന്നത്. വൈകുന്നേരം ആകുമ്പോൾ ക്യാപ്സ്യൂൾ ആയി കഴിയുമ്പോൾ അവർ വരുമായിരിക്കാം. പക്ഷേ ഇപ്പോഴെന്തായാലും അവരാരും ഒന്നും അനങ്ങിയിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ പ്രധാനമന്ത്രി അവിടെ വരുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ ചീത്ത വിളിച്ച സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കഴിഞ്ഞ ഒരു പ്രാവശ്യമല്ല ഒന്നിലധികം തവണ മാധ്യമങ്ങളെ ചീത്ത വിളിക്കുന്നു, വളരെ മോശമായി പെരുമാറുന്ന ഒരു കേന്ദ്രമന്ത്രി ഇന്ന് കേരളത്തിനുണ്ടല്ലോ. ആ കേന്ദ്രമന്ത്രി ബൂട്ട്സും കണ്ണാടിയും ഒക്കെ വെച്ച് വയനാട് പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം എന്താ ഇതിനകത്തൊന്നും പറയാത്തത്? ഇത്തരത്തിൽ ഈ സംസ്ഥാനത്തിന് യാതൊരു പ്രയോജനവുമില്ലാത്ത, ഞാൻ ചോദിക്കുന്നത്, ഇത് കൂടുതൽ പണം തരാനൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഇപ്പം ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ഷാവു പ്രസാദ് പറഞ്ഞ കണക്കിനെ കുറിച്ച് ഞാൻ അത്ഭുതത്തോടെ കാണുകയാണ്. ഇത് SDRFന്റെ കണക്ക് അദ്ദേഹം പറയുന്നത് എല്ലാ സംസ്ഥാനത്തിനും ദുരന്ത നിവാരണത്തിന് വേണ്ടി അതിൻ്റെതായ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ കേരളത്തിലും ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫണ്ടിന്റെ കണക്കാണ് പറയുന്നത്. അതിൽ ഇച്ചിരി ബാക്കി കിടപ്പുണ്ടല്ലോ, അതെടുത്ത് വയനാട്ടിലെ ആളുകൾക്ക് കൊടുത്തുകൂടെ എന്നാ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, എത്ര തീവ്രതയുള്ള ഒരു ആഘാതമുള്ള ഒരു ദുരന്തമായിരുന്നു ഇവിടെ നടന്നത്. ഇതിന് കൃത്യമായ കാറ്റഗറി ഉണ്ട്, ക്രൈറ്റീരിയ ഉണ്ട്. ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന സഹായങ്ങൾ, ഇപ്പം ഞാൻ പറയാം, കൃഷിയിടങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു, മുഴുവനായി വീട് മുഴുവൻ നഷ്ടപ്പെട്ടു. അവിടെ 700 ചില്ലുവാനം ആളുകളെ അവിടെ നിന്ന് പലായനം ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി. അവിടെ 200 ചില്ലുവാനം ആളുകൾ മരണപ്പെട്ടു. 47 ആളുകൾ എവിടെ പോയി എന്നറിയില്ല. ഇവർക്കിനിയും ജീവിതത്തിൽ അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. അവരെങ്ങനെയാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അറിയില്ല. കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു. അത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ അവിടെയുണ്ട്. ഇതിനെ ഒരല്പമെങ്കിലും ഒരു മാനുഷികമായി കാണാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ കാണണം. ഇതിങ്ങനെയൊക്കെ പ്രതികരിക്കരുത് എന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അവിടെയുള്ള മുണ്ടക്കൈയിലും ചൂരൽമലയിലുമുള്ള അവിടെ എല്ലാം നഷ്ടപ്പെട്ട, സകലതും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അവർക്ക് സഹായം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു സ്പെഷ്യൽ സഹായം അവിടെ കൊടുക്കണം എന്നായിരുന്നില്ലേ BJPയുടെ നേതൃത്വം പറയേണ്ടത്? ഇവർ ഈ പറയുന്ന ഈ കേരളത്തിനൊരു മന്ത്രിയില്ല, MLA ഇല്ല, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു MP ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്, മന്ത്രിമാരുണ്ട്. ഇവരൊക്കെ എന്താണ് പറയുന്നത്? അപ്പോൾ ഈ വയനാടിനെ കാണുന്നത് രാഷ്ട്രീയമായിട്ടാണ് എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. വയനാട് ജയിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയല്ല എന്നുള്ളത് കൊണ്ട് വയനാടിനെ മാറ്റി നിർത്തുന്നു. അല്ലെങ്കിൽ കേരളത്തെ ഒരു പ്രത്യേക സോണായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പല കാര്യങ്ങളിലും മാറ്റി നിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലുണ്ടാവുന്ന ദുരന്തത്തെ ദുരന്തമായി എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് കാണാൻ കഴിയാത്തത്? ത്രിപുരയിൽ ആ ചെറിയ സ്റ്റേറ്റിലൊരു മഴ ഉണ്ടായപ്പോൾ കൊടുത്തല്ലോ, അത് കൊടുത്തതിലൊന്നും കുറ്റം നമ്മൾ പറയുന്നില്ല. പക്ഷെ അതൊക്കെ ദേശീയ ദുരന്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി എവിടെയൊക്കെയാണോ ഭരിക്കുന്നത്, അവർക്ക് എവിടെയൊക്കെയാണോ താല്പര്യമുള്ളത്, അവിടെയൊക്കെ ഫണ്ട് കൊടുക്കാൻ ഇതുപോലെ എച്ചിക്കണക്ക് പറയുന്നില്ലല്ലോ.
ഈ പറയുന്ന 300 ചില്ലാനം കോടി രൂപ ബാക്കിയുണ്ടല്ലോ, അവിടെ അക്കൗണ്ടിൽ കിടപ്പുണ്ടല്ലോ, അതെടുത്ത് കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് 1500 കോടി രൂപയുടെ സഹായം അഭ്യർത്ഥിച്ചു എന്നുള്ളതാണ്. അത് ശരിയായ ഫോർമാലിറ്റിയിലാണോ കൃത്യമായിട്ടാണോ കൊടുക്കേണ്ടതെന്നൊക്കെ സർക്കാർ പറയേണ്ട കാര്യമാണ്. അത്തരം കൃത്യത ഇല്ലെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി കൊടുക്കാൻ ഇടപെടൽ നടത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഇവിടുത്തെ BJP നേതൃത്വത്തിനുണ്ട്. ഇതൊന്നും ചെയ്യാതെ അതൊരു ദുരന്തമല്ല എന്ന് പറയുന്നതിനെ ശക്തമായി അപലപിക്കുകയാണ്. ഇന്നലെ ശ്രീ KC വേണുഗോപാൽ പ്രഖ്യാപിച്ചല്ലോ, അടുത്ത പാർലമെന്റിൽ വളരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും. വയനാടിന് വേണ്ടി നിലനിൽക്കാൻ പോകുന്ന MP-മാരായിരിക്കും കേരളത്തിൽ നിന്നുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന്റെ കാരണം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. CPM-നെ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ നമ്മൾ കേരളത്തിൽ കാണുന്ന പല സംഭവങ്ങൾ അറിയാലോ. BJP-യും CPM-ഉമായിട്ടുള്ള അണോളി നെക്സസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തല്ലോ പല വിഷയങ്ങളിൽ. അപ്പോൾ അത്തരത്തിൽ മുമ്പോട്ട് പോകുന്നതുകൊണ്ട് വീണ വിജയന്റെ ഉൾപ്പെടെയുള്ള കേസുകളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, കുഴൽപ്പണം ഇതേപോലെ തന്നെ അട്ടിമറിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റ് ഉള്ള ഒരു സാഹചര്യത്തിലൊക്കെ ഈ ഒരു പ്രക്ഷോഭത്തിൽ ഒരുമിച്ച് പോകുന്നില്ല. പക്ഷേ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭവുമായി വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഈ പറഞ്ഞ പോലെ ഇവിടെ ഫാക്ച്വലായിട്ടുള്ള നിരവധി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. വൈൻഡപ്പ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇത്തരത്തിലുള്ള ദേശീയ ദുരന്തം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ ഫണ്ട് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ സ്പെഷ്യൽ ഫണ്ട് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാഹചര്യമാണ് BJP-യുടെ നേതൃത്വം ഇപ്പോൾ പറഞ്ഞു. ഇപ്പോൾ ജോർജ് കുര്യന്റെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അതിനൊക്കെ ചില മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ആ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ വയനാടിനെ സ്പെഷ്യൽ ഫണ്ട് നൽകി സഹായിക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗ്രാന്റിന്റെ കാര്യത്തില് ആ ഗ്രാന്റിന്റെ കാര്യത്തില് 300 ചില്ലാനം കോടി രൂപ ഇതിനു വേണ്ടി ചെലവാക്കിയെന്നും ബാക്കി അങ്ങനെ വെച്ചിരിക്കുന്നു എന്നുള്ളതുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാനുള്ള ഫണ്ടാണ് ഇത്. ഇപ്പോൾ നാളെ ഇവിടെ ഒരു ദുരന്തം ഉണ്ടാകുകയാണ്, ഏതെങ്കിലും ജില്ലയിൽ ഒരു ദുരന്തം ഉണ്ടാകുകയാണ്. അപ്പോൾ 1 രൂപ കയ്യിലില്ലാതെ സംസ്ഥാന ഗവൺമെന്റിന് നിൽക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്രാന്റ് പൂർണ്ണമായും സീറോ ബാലൻസിൽ ചെലവഴിക്കണം എന്ന് അദ്ദേഹം പറയുന്ന യുക്തിയോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ സ്പെഷ്യൽ ഫണ്ട് തന്നെയാണ് കൊടുക്കേണ്ടത് വയനാടിന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.